നോമ്പുകാലം അഞ്ചാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിവാഹമോചനത്തെക്കുറിച്ചുള്ള പ്രബോധനം. നിസ്സാര കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരുന്നു. എല്ലാവർക്കും തിരക്കാണ്, കല്യാണം കഴിക്കാനും വിവാഹമോചനം നേടാനും. യഹൂദ ചിന്താഗതിയിൽ ഇഷ്ടമല്ലാത്തവരെ ഉപേക്ഷാപത്രം കൊടുത്ത് പറഞ്ഞു വിടുന്നതിന് മോശയുടെ നിയമം അനുവദിച്ചിരുന്നു. അതവരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണെന്ന് ഇന്നത്തെ സുവിശേഷം. സിവിൽ കോടതിയിൽ ഇത് ലഭിക്കാൻ എളുപ്പമാണ്, എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ ഏറെ പ്രയാസവും. ഇനി നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് എന്ന വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് തുടങ്ങിവെച്ച ജീവിതമാണത്. ഒരു ശരീരത്തെ വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ് വിവാഹമോചനം. ഇസ്രായേലിന്റെ കർത്താവായ ഞാൻ പറയുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഈ വചനം സൗകര്യപൂർവ്വം മറന്ന് സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്ന മനോഭാവത്തെയാണ് ഹൃദയകാഠിന്യം എന്ന് പറയുക. വിവാഹമോചനം ഒരു കുടുംബത്തിന്റെ ദുരന്തമാണ്, തലമുറകളോട് ചെയ്യുന്ന ക്ഷമിക്കപ്പെടാത്ത തെറ്റുമാണ്. അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളുടെ ഹൃദയം അവർ കശക്കി എറിയുന്നു. അതിനാൽ അകൽച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ തുറവിയോട് സംസാരിക്കാൻ പരിശീലനം നേടിയവരെ സമീപിക്കാൻ സന്നദ്ധമാകണം. ക്രിസ്തീയ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ ഉപദേശം നൽകാൻ കഴിവും പ്രാപ്തിയും പരിശീലനവുമുള്ള അനേകം സഭാ ശുശ്രൂഷകർ നമുക്കിടയിലുണ്ട്. എങ്കിലും ഭൗതിക ഉപദേശകരെയാണ് പലരും ഇത്തരുണത്തിൽ ആശ്രയിക്കാറുള്ളത്. സഭാ കുടുംബ കോടതിയിൽ വിഷയം എത്തുമ്പോഴേക്കും പല ബന്ധങ്ങളും വിളക്കി ചേർക്കാൻ കഴിയാത്തവണ്ണം അലങ്കോലമായി തീർന്നിട്ടുണ്ടാകും.